പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ഞാനും സില്ലാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അപ്പോൾ ഇന്നലകളിൽ നാം കേട്ട ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മോട് അരുളി ചെയ്ത ദൈവിക ആലോചനകൾ, ഒരുപക്ഷെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് നടുവിൽ അത് നിവർത്തിയാകുമോ എന്ന് ഗിദെയോനെ പോലെ ചോദിച്ച അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടായെന്ന് വരാം. ഗിദെയോന്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിക്കുമ്പോൾ ഗിദെയോൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യഹോവ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ എവിടെ? ഞങ്ങൾ ഒത്തിരി കേട്ടതാ, ഇന്നലകളിൽ വിടുവിക്കപ്പെടുമെന്നും അനുഗ്രഹിക്കപ്പെടുമെന്നും നന്മ അനുഭവിക്കുമെന്നൊക്കെ ഞങ്ങൾ കേട്ടതാ. പക്ഷെ എവിടെ വാഗ്ദത്തങ്ങൾ? ആ ഗിദെയോനോട് ദൈവം പറയുന്ന വാക്കിതാണ്: ഈ ബലത്തോടെ പോക, നീ മിഥ്യാനരെ ഒരൊറ്റയാൾ പട്ടാളത്തെ പോലെ തോൽപ്പിച്ച് കളയും. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ നാം കേട്ട ദൈവിക വാഗ്ദത്തങ്ങൾ അതൊരിക്കലും വൃഥാവായി പോകത്തില്ല. ഇനി ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ വിശ്വാസത്തിൽ നാം ഉറക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിനൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. വേദപുസ്തകം പറയുന്നു, അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അപ്പോൾ അവിശ്വാസം വാഗ്ദത്ത നിവൃത്തിക്ക് ഒരു തടസ്സമാണ്. അതെ, ദൈവം ഇത് ചെയ്യുമോ ഇല്ലയോ, എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുമോ ഇല്ലയോ, സംശയം വേണ്ട. കർത്താവാണോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. വചനം പറയുന്നു, അബ്രഹാം അതെ വാഗ്ദത്തത്തിങ്കൽ വിശ്വസിച്ചു, ദൈവം അത് വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകട്ടെ. എന്നോട് ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ ഞാൻ പ്രാപിച്ചെടുക്കും. സാറയെ കുറിച്ച് വചനം പറയുകയാണ്, അതെ സാറ അതെ വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടു. അതേ വചനം അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി ആകും എന്ന് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ. അപ്പോൾ അബ്രഹാം വാഗ്ദത്തത്തെ സ്വീകരിക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ മന്ദതയുള്ളവരാകാതെ, അതേ ദീർഘക്ഷമയാലും വിശ്വാസത്താലും അത് വാഗ്ദത്തം പ്രാപിക്കുന്നവരുടെ അനുകാരികളായിട്ട് നമുക്കൊന്ന് മാറാം. ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ഇന്നലകളിൽ ദൈവം പറഞ്ഞ ആലോചനകൾ അവൻ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നിവർത്തിയാക്കുക തന്നെ ചെയ്യും. സാഹചര്യങ്ങളെ നോക്കണ്ട, സാഹചര്യങ്ങളെ മാറ്റി മറയ്ക്കുവാൻ കഴിയുന്ന ദൈവത്തെങ്കിലേക്ക് നോക്ക്. മുമ്പിൽ കാണുന്ന ചെങ്കടലിനെ നിങ്ങൾ നോക്കണ്ട. വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണോ, വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടിയുള്ള വഴിയും ദൈവം തന്നെ തുറന്നിരിക്കും. അതുകൊണ്ട് ചെങ്കടൽ ഒരു വിഷയമല്ല. പ്രാർത്ഥനയുടെ വടി ചെങ്കടലിന് നേരെ നീട്ടിക്കോ, ഉപവാസ വടി ചെങ്കടലിന് നേരെ നീട്ടിക്കോ. ഇതുവരെ ആരും കാണാത്ത മഹത്തകരമായ വിശാലമായ ഒരു വഴി നിങ്ങൾ കാണുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ദൈവം തുറക്കും. അതൊരു അത്ഭുതകരമായ വഴിയായി തീരും. അത് വേദപുസ്തകം നാം പഠിക്കുമ്പോൾ രക്ഷ, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണം, രക്ഷ, വീണ്ടെടുപ്പ്, ഇതൊക്കെ കഴിഞ്ഞാൽ, എന്റെ സൃഷ്ടിപ്പ്, ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മഹത്തകരമായ അത്ഭുതമായിട്ട് വേദപുസ്തകം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ചെങ്കടലിലൂടെ വീണ്ടെടുക്കപ്പെട്ട ജനം കടന്നുപോയ ആ സംഭവമാണ്. അങ്ങനെയെങ്കിൽ കാത്തിരിക്കുന്ന ദൈവജനമേ, വാഗ്ദത്തം കേട്ട് ഇറങ്ങിയ ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ദൈവം ഒരു അസാധാരണമായ വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.